ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഷകളിലും പാസീവ് വാചകങ്ങളുണ്ട്, മലയാളത്തിലുണ്ട്. ഉദാഹരണമായി അവനെ സഹായിച്ചു, അവനെ രക്ഷിച്ചു, അവനെ കണ്ടു, അവനെ അഭിനന്ദിച്ചു, അവരെ അഭിനന്ദിച്ചു. ഇങ്ങനെയുള്ള വാചകങ്ങളാണ് പാസീവ് വാചകങ്ങൾ മലയാളത്തിൽ. മലയാളത്തിന്റെ ഒരു പ്രത്യേകത, മലയാളത്തിലെ ചില വെർബ്സ്, ക്രിയകൾ രണ്ട് രീതിയിൽ ഒരേ അർത്ഥത്തിൽ പാസീവായിട്ട് പറയാൻ പറ്റും. ഉദാഹരണമായി അവരെ ശിക്ഷിച്ചു, അത് തന്നെ അവർ ശിക്ഷിക്കപ്പെട്ടു. രണ്ടും ഒരേ അർത്ഥമാണ്, രണ്ട് രീതിയിൽ പറയും. എന്നാൽ ഈ രീതിയിൽ പറയുന്ന വെർബ്സ്, ക്രിയകൾ കുറവാണ്. അവർ ശിക്ഷിക്കപ്പെട്ടു, അവർ പീഡിപ്പിക്കപ്പെട്ടു, അവർ കൊല്ലപ്പെട്ടു, അവർ വധിക്കപ്പെട്ടു, അങ്ങനെ കുറച്ച് വാക്കുകളേ ഉള്ളൂ. കൂടുതലും നമ്മൾ പറയുന്നത് അവരെ കണ്ടു, അവരെ ശിക്ഷിച്ചു, അവരെ കൊണ്ടുവന്നു, അവരെ സഹായിച്ചു, ഈ രീതിയിലുള്ള വാചകങ്ങളാണ്. മറ്റൊരു പ്രധാന കാര്യം, എല്ലാ വെർബ്സിനും എല്ലാ ക്രിയകൾക്കും പാസീവ് ഇല്ല. ഉദാഹരണമായി അവൻ വീണു, അവനെ വീണു എന്ന് നമ്മൾ പറയില്ല. എന്നാൽ അവൻ കണ്ടു, അവനെ കണ്ടു, അങ്ങനെ പറയാം. എല്ലാ വെർബ്സിനും പാസീവ് ഇല്ല. ഇംഗ്ലീഷിലും അതുപോലെ തന്നെയാണ്, എല്ലാ വെർബ്സിനും പാസീവ് ഇല്ല. ഈ ക്ലാസ്സുകളിൽ നാം കാണുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്നതിന്റെ പാസീവ് ആണ്. ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ എഴുതി, അവർ എഴുതി, ഞങ്ങൾ എഴുതി, ആ രീതിയിൽ പറയുന്ന വാചകങ്ങളാണ്. അതിന്റെ പാസീവ് ആണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻപ് കണ്ടപ്പോൾ ഈ ഫോം, പാസ്റ്റ് ഫോം ആണ് ഉപയോഗിച്ചത്. ഞാൻ എഴുതി, ഞാൻ തിരഞ്ഞെടുത്തു. എന്നാൽ പാസീവിൽ എപ്പോഴും നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഉപയോഗിക്കുക. ഇതുണ്ടാക്കുന്ന രീതി, സബ്ജക്റ്റ്, അതിന്റെ കൂടെ ഇംഗ്ലീഷിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബായ ബി എന്ന വെർബിന്റെ പാസ്റ്റ് ഫോമിലുള്ള വാസ്, സിംഗുലറിന് വേണ്ടി, വേർ പ്ലൂറലിന് വേണ്ടി ഉപയോഗിക്കും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബിന്റെ ഈ ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വയ്ക്കും. ഇങ്ങനെയാണ് ഉണ്ടാക്കുക. നമ്മൾ സിംഗുലർ കണ്ടു കഴിഞ്ഞു. ഈ ക്ലാസ്സുകളിൽ കാണുന്നത് പ്ലൂറലിന്റെ ഉപയോഗമാണ്. ഇവിടെ വേർ എന്ന വാക്കായിരിക്കും ഉപയോഗിക്കുക. നമ്മൾ സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് ചൂസ് എന്ന വെർബാണ്. ഇവിടെ ചൂസ്, ചോസ്, ചോസൺ. നമുക്ക് ഈ വാചകം നോക്കാം. ദേ വേർ ചോസൺ, ദേ വേർ ചോസൺ. എന്താ അതിന്റെ അർത്ഥം? അവരെ തെരഞ്ഞെടുത്തു. മലയാളത്തിൽ അതിന്റെ അർത്ഥം അങ്ങനെയാണ്. ഇംഗ്ലീഷിലെ അവരെ, ദം എന്നുള്ള വാക്കുണ്ട്, ദം, THEM, ദം ചോസ്, അവരെ തിരഞ്ഞെടുത്തു. അങ്ങനെ പറയില്ല, ഇങ്ങനെയാണ് പറയേണ്ടത്. ദേ വേർ ചോസൺ, അവരെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടും ഒരർത്ഥം തന്നെയാണ്. ഇത് പാസീവാണ്, അവരെ തിരഞ്ഞെടുത്തു. നേരത്തെ കണ്ടത് അവർ തിരഞ്ഞെടുത്തു, ദേ ചോസ്, ദേ ചോസ്. ഇത് അവരെ തിരഞ്ഞെടുത്തു, they were chosen. ഈ വ്യത്യാസം മനസ്സിലാക്കണം. ഇതെല്ലാം പ്ലൂറൽ ആണ്. വി, യു, ദേ, മൈ ഫ്രണ്ട്സ്, ഇതെല്ലാം പ്ലൂറൽ ആണ്. അതുകൊണ്ടാണ് വേർ, പ്ലൂറലായ വേർ എന്ന വാക്ക് വെച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. വി വേർ ചോസൺ, വി വേർ ചോസൺ, ഞങ്ങളെ തിരഞ്ഞെടുത്തു. മുൻപ് കണ്ടത് വി ചോസ്, ഞങ്ങൾ തിരഞ്ഞെടുത്തു. വി വേർ സെൻഡ്, ഞങ്ങളെ അയച്ചു. മുൻപ് കണ്ടത് വി സെൻഡ്, ഞങ്ങൾ അയച്ചു. വി വേർ ടോട്ട്, ഞങ്ങളെ പഠിപ്പിച്ചു. മുൻപ് കണ്ടിട്ടുള്ളത് വി ടോട്ട്, ഞങ്ങൾ പഠിപ്പിച്ചു. വി വേർ ഹെൽപ്ഡ്, ഞങ്ങളെ സഹായിച്ചു. മുൻപ് കണ്ടത് ഞങ്ങൾ സഹായിച്ചു, വി ഹെൽപ്ഡ്. വി വേർ ടോൾഡ്, ഇത് ശ്രദ്ധിക്കണം, വി വേർ ടോൾഡ്, ഞങ്ങളോട് പറഞ്ഞു. മുൻപ് കണ്ടത് വി ടോൾഡ്, ഞങ്ങൾ പറഞ്ഞു. വി വേർ ആസ്ക്ഡ്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഞങ്ങളോട് ചോദിച്ചു, അല്ലെങ്കിൽ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. മുൻപ് കണ്ടത് വി ആസ്ക്ഡ്, ഞങ്ങൾ ചോദിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അടുത്തത് യു. യു എപ്പോഴും പ്ലൂറലാണ്. നീ, നിങ്ങൾ, താങ്കൾ, അങ്ങ്, അവിടുന്ന്, എല്ലാറ്റിനും ഇംഗ്ലീഷിൽ യു എന്നാ പറയുക. യു വേർ ചോസൺ, നിന്നെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ നിങ്ങളെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു, അങ്ങനെയും പറയാം. മുൻപ് കണ്ടത് യു ചോസ്, നീ തിരഞ്ഞെടുത്തു. യു വേർ സെൻഡ്, നിന്നെ അയച്ചു. മുൻപ് കണ്ടത് യു സെൻഡ്, നീ അയച്ചു. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അടുത്തത് ദേ, അവർ, ഇവർ, അതിനാണ് ദേ, പ്ലൂറലാണ്. ദേ വേർ ചോസൺ, അവരെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. മുൻപ് കണ്ടത് ദേ ചോസ്, അവർ തിരഞ്ഞെടുത്തു.
they were sent, അവരെ അയച്ചു. മുൻപ് കണ്ടത് they sent, അവർ അയച്ചു. ഇത് അവരെ അയച്ചു. ഈ വ്യത്യാസം അറിയുക. ഇതുപോലെ പ്രാക്ടീസ് ചെയ്യണേ. അടുത്തത് മൈ ഫ്രണ്ട്സ്. ഏത് പ്ലൂറലാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ there എന്ന വാക്ക് ഉപയോഗിക്കും. മൈ ഫ്രണ്ട്സ് were chosen, മൈ ഫ്രണ്ട്സ് were chosen, എന്റെ കൂട്ടുകാരെ തിരഞ്ഞെടുത്തു. മുൻപ് കണ്ടത് മൈ ഫ്രണ്ട്സ് ചോസ്, എന്റെ കൂട്ടുകാർ തിരഞ്ഞെടുത്തു. മൈ ഫ്രണ്ട്സ് were asked, മൈ ഫ്രണ്ട്സ് were asked, എന്റെ കൂട്ടുകാരോട് ചോദിച്ചു അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരോട് ആവശ്യപ്പെട്ടു. മുൻപ് കണ്ടത് മൈ ഫ്രണ്ട്സ് ആസ്ക്ഡ്, എന്റെ കൂട്ടുകാർ ചോദിച്ചു അല്ലെങ്കിൽ എന്റെ കൂട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. മറ്റു വെർബ്സ് ഒക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യുക. ഈ വാചകം നോക്കുക. they were told to clean the room. എന്താ അതിന്റെ അർത്ഥം? they were told to clean the room. റൂം ക്ലീൻ ചെയ്യുവാൻ അവരോട് പറഞ്ഞു. they were told to clean the room. ഇവിടെ ഈ വാക്കുകളൊക്കെ വയ്ക്കാം. we were told to clean the room, you were told to clean the room, my friends were told to clean the room. അതുപോലെ ഇവിടെ മറ്റു വെർബ്സ് ഒക്കെ വയ്ക്കാം. my friends were asked to pray, പ്രാർത്ഥിക്കുവാൻ എന്റെ കൂട്ടുകാരോട് ആവശ്യപ്പെട്ടു. my friends were asked to pray. ഈ രീതിയിൽ വാചകങ്ങളൊക്കെ ഉണ്ടാക്കി പരിശീലിക്കണം. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് പഠിക്കുന്ന അത് വെച്ച് പ്രാക്ടീസ് ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പാസീവ് എന്താണെന്ന് മനസ്സിലാക്കണം, പിന്നെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് ഒന്നും പറയാൻ പോകുന്നില്ല. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് കുറെ കൂടി നല്ലതായിരിക്കും. തെറ്റു വന്നാൽ തിരുത്താൻ പറ്റും. അതുപോലെ ബോറടിക്കുകയില്ല. ഈ വെർബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. ഈ 4 ഫോംസ് അറിഞ്ഞിരിക്കണം. മറ്റു വെർബ്സ് പഠിക്കുക, പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ, അർത്ഥം, ഉച്ചാരണമൊക്കെ പഠിക്കണം. അതുപോലെ പ്രധാനപ്പെട്ടതാണ് സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകള്, സംഭാഷണങ്ങള്, ഇതെല്ലാം നെറ്റിൽ ലഭ്യമാണ്. അതൊക്കെ വായിച്ചു നോക്കുക. പുതിയ വാക്കുകൾ നമുക്ക് കിട്ടും. പിന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും മലയാളം ആദ്യം പറഞ്ഞ് മറ്റേ ആൾ ഇംഗ്ലീഷ് പറയണം. അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ആദ്യം ഇംഗ്ലീഷ് പറഞ്ഞ് മലയാളം പറയുന്നത്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നേരെ തിരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓരോ വാചകവും 10 പ്രാവശ്യമെങ്കിലും പറയണം. മലയാളം ഇംഗ്ലീഷ്, മലയാളം ഇംഗ്ലീഷ്. ഓക്കെ, വളരെ ഭംഗിയായിട്ട് സുന്ദരമായി നമുക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക. അങ്ങനെ ഒത്തിരി രൂപങ്ങള്. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു. അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങള് മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട്. ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങള്. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്.
അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് കാണുന്നത് നമ്മളെ വെർബുകളുടെ ലിസ്റ്റിലെ 13ാമത്തെ ലിസ്റ്റ് ആണ്. വെർബുകളുടെ ധാരാളം രൂപങ്ങളിലെ 4 രൂപങ്ങളാണ്. ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ എല്ലാ ടെൻസുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവ അറിയാതെ ഇംഗ്ലീഷ് ഭാഷ എഴുതാനോ സംസാരിക്കാനോ സാധിക്കുകയില്ല. അപ്പൊ ഇവ നമ്മൾ ശരിക്കും പഠിക്കണം. പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇംഗ്ലീഷില്. ഉച്ചാരണവും സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസമുണ്ടെന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുമാണ് പഠിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. Verb, bore, born, beat, bet, beaten. ശ്രദ്ധിക്കണം, പാസ്റ്റ് ഫോമിന്റെ സ്പെല്ലിങ്ങും പ്രസന്റ് ഫോമിന്റെ സ്പെല്ലിങ്ങും ഒരേപോലെയാണ്. ഉച്ചാരണം വ്യത്യാസമുണ്ട്. ബീറ്റ്, ബെറ്റ്, ബീറ്റൺ ആണ്. ബൈറ്റ്, ബിറ്റ്, ബിറ്റൺ. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ചൂസ്, ചോസ്, ചോസൺ. ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. ഈറ്റ്, എറ്റ്, ഈറ്റൺ. ഇവിടെ പ്രത്യേകതയുണ്ട് ഈ വെർബുകളുടെ. ഇത് മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള വെർബുകളിൽ നമ്മൾ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഇ ഡി എന്നോ ഡി എന്നോ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. തുടങ്ങാം. ഡിസഗ്രി, ഡിസഗ്രി, ഡിസഗ്രീഡ്. ഡ്രൗൺ, ഡ്രൗണ്ട്, ഡ്രൗണ്ട്. ഫ്രൈ, ഫ്രൈഡ്, ഫ്രൈഡ്. harm, harmed, harmed. Excite, excited, excited. Force, forced, forced. Hug, hugged, hugged. Hope, hoped, hoped. Hum, hummed, hummed. Instruct, instructed, instructed. Interfere, interfered, interfered. Invent, invented, invented. Irritate, irritated. Entertain, entertained, entertained. Jog, jogged, jogged. Heat, heated, heated. Join, joined, joined. Last, lasted, lasted. Preserve, preserved, preserved. Prevent, prevented, prevented. Produce, produced, produced. Promise, promised, promised. ഓർക്കുക, ഈ വെർബുകളെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. ഇവയുടെ ഉച്ചാരണം പഠിക്കണം, അർത്ഥവും പഠിക്കണം. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സഹായിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ചില വെർബുകളിലേക്ക് സിംഗുലർ ആകുമ്പോൾ ചില സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് എഴുതാൻ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും. അപ്പൊ ഈ വെർബുകളൊക്കെ നന്നായിട്ടൊക്കെ പഠിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.